വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ പാത്തിപ്പുകുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകും കേട്ടോ, കുട്ടികൾക്കൊക്കെ അല്ലേ. എനിക്ക് എന്താ വേണ്ടി? ഉടുപ്പ് വേണം? എന്ത് വേണം? ഉടുപ്പാ വേണ്ടി? മുടിയൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ. അവളുടെ മുടി ഇനി മൊട്ടടിക്കാൻ പോകുകയാണ് കേട്ടോ. എന്താ പറയുക, നിറയെ പെയിനും അവൾക്ക് ഉറക്കമില്ല രാത്രി. അപ്പോൾ ഞങ്ങളെല്ലാവരും വേറെ ഈ സ്കൂട്ടി കുട്ടികൾക്കൊക്കെ പാടെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. തുപ്പി അടി കിട്ടൂട്ടാ പത്തുവിൻ്റെ കൈ കണ്ടോ? എന്തോ രോമം കൊണ്ടോ? ഇവിടെ വെക്ക് കയ്യില് രോമം. 2 മാസം സ്കൂള് പൂട്ടി പാത്തൂര് അല്ലേ? സ്കൂളൊക്കെ പൂട്ടിയില്ലേ? ഞാൻ എങ്ങനെ സ്കൂളിൽ പോവും? സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. പോവാ നമുക്ക് പോയി ഒരു ചെറിയ കടയിൽ കയറി ഡ്രസ്സൊക്കെ എടുത്ത് കയറിട്ട് അതിൻ്റെ റിൻസിനോട് റെഡി ആയിട്ടുണ്ട്. പജിക്കുട്ടി ഇതാ ഉടുപ്പൊക്കെ വെള്ളക്കുട്ടി ആയിട്ടുണ്ട് കേട്ടോ. ഉടുപ്പൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതാ റൈസ് ഇടയിൽ നിന്ന് എത്തി നോക്കി തുണി എടുത്തിട്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ട് കേട്ടോ ഫാത്തിമ കാണുന്നു. ഒരു കുട്ടി കൊണ്ട് നോക്ക്. കേറടാ. ഇവിടൊക്കെ ലൈറ്റ് ഇട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വന്ന് പിന്നെ 2-3 കടയൊക്കെ തിരഞ്ഞു കൂട്ടാം. പിന്നെ ഇത് നമ്മുടെ ഗണപതി സിൽക്സ് ആട്ടോ. അപ്പോൾ ഇതിലൊക്കെ വില കൂടുതലാണ്. വലിയ കട കേട്ടോ, നമുക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ ചെറിയ കട നോക്കി പോയിട്ട് അപ്പോൾ അതാ ഈ ഒരു കടയിൽ കയറിയപ്പോൾ കുട്ടികൾക്കുള്ളത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല വിലയും പിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികളുടേത് മുകളിലാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിൽ കേട്ടോ കയറിപ്പോയത്. പിന്നെ അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒക്കെ ഹാങ്ങറിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പഴയ മോഡൽ പോലെ ഉണ്ട്. പിന്നെ എന്നാലും കാണാൻ രസമുണ്ട് കേട്ടോ. കുട്ടികളുടെ പറയുമ്പോൾ പെൺകുട്ടികളുടെ പറയുമ്പോൾ നമുക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ, ഏത് മോഡലും നന്നായിട്ടുണ്ടാവും. പക്ഷെ ഇവിടുന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. അവിടെ റിയാസ്കാർക്ക് ഒന്നും പറ്റിയില്ല. ആൾക്കൊരു മിനിങ്ങണ ഉതിപ്പുള്ള ഒരു മോഡലാട്ടോ തിരയണത്. അപ്പോൾ കുറേ നല്ല കുട്ടികളുടെ കുറേ ഡ്രസ്സുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ വലിയ കുട്ടികളുടെ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആർക്കും ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ ഉടുപ്പ് കണ്ടോ, ഇതിന് 1000 സംതിങ് കേട്ടോ പറയണത്. ആ ഒരു കുഞ്ഞുടുപ്പിന് പക്ഷെ നല്ല 2000-ൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ചുറ്റും നോക്കിയിട്ടാണ് നോക്കുമ്പോൾ അധികം കടയിൽ ആദ്യം തിരക്കും ഇല്ല കേട്ടോ കുട്ടികളുടെ അതിലൊന്നും. പിന്നെ ഇതൊരു മോഡലാട്ടോ ബാഗൊക്കെ ഉള്ളത് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാനത് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ റിയാസ്കാർക്ക് അത് പറ്റിയില്ല. പിന്നെ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റിൻഷിമോൾക്ക് ഒന്നും പറ്റിയില്ല കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് വെലിഞ്ഞു കേട്ടോ, ആർക്കും ഒന്നും പറ്റാണ്ടായപ്പോൾ. പിന്നെ നമ്മൾ അടുത്തൊരു റിൻഷിമോൾക്ക് പ്രായമായ സമയത്ത് അടുത്തൊരു കടയിൽ കയറിയിട്ടോ അന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ വേറെ കടയിലേക്ക് വന്നു. പിന്നെ അവിടെ നോക്കുമ്പോൾ ഫുൾ വൈറ്റാണ് കേട്ടോ. വൈറ്റ് ഉണ്ട് നിറയെ. അപ്പോൾ നമ്മൾ വൈറ്റ് കോഡാട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാ 4 ആൾക്കും എടുക്കുന്നത്. അപ്പോൾ വൈറ്റ് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സറാറ ഫ്രോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിൻഷിമോൾക്ക് ഈ ഒരു മോഡലാട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് 2000 രൂപ കേട്ടോ വില. 2000. പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയത് കേട്ടോ. പിന്നെ 3 ആൾക്കും വൈറ്റിൽ തന്നെ കേട്ടോ നമ്മളെടുത്തത്. അപ്പോൾ ഇവിടെ ഇട്ട് നോക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കി അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു കേട്ടോ. ചിലത് ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടില്ല. ഫുൾ വൈറ്റ് ആട്ടോ നമ്മളെടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ആൾക്കും എടുത്തിട്ടുണ്ട്. പിന്നെ റഹീസ് കുട്ടിക്ക് മുകളിലേക്ക് വന്നു കേട്ടോ എടുക്കാൻ. ഷർട്ടുകളൊക്കെ നല്ല ഷർട്ടുകൾ കേട്ടോ, അടിപൊളി ഷർട്ടുകൾ. നല്ല രസമുണ്ടല്ലേ ഡ്രസ്സ് നോക്കുമ്പോൾ. മഞ്ഞ കണ്ടാന്നില്ല, അന്ന് വരുമ്പോഴും ഉണ്ട് ആ മഞ്ഞ അവിടെ. പക്ഷെ നമ്മൾ ഡ്രസ് കോഡാണ്.
പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഡ്രസ്സൊക്കെ എല്ലാവർക്കും എടുത്തിട്ടാ 5000 റുപ്യ ആയിട്ടോ. നമ്മൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ 4 കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 5000-ൽ ഒപ്പിച്ചു. അല്ലാണ്ട് നമുക്ക് പറ്റും. പിന്നെ നമ്മൾ കുറേ 7 മണിക്ക് നോമ്പ് തുറന്നത് ഇറങ്ങിയതല്ലേ, പിന്നെ നിന്ന് മതിയായിട്ട് പിന്നെ വെള്ളദാഹം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവിൽ മിൽക്കാട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവിൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നേരം നിന്ന് ക്ഷീണിച്ചല്ലേ, 9:30 ആയിട്ടാണ് നമ്മൾ കടയിൽ കയറുമ്പോൾ. അങ്ങനെ അവിടുന്ന് ഓരോ അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഫാൻസി കടയിലേക്കാണ് കേട്ടോ. പിന്നെ അവൾക്ക് അതിലേക്കുള്ള വളയും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫാത്തിമ കുട്ടിക്ക് കമ്മലും വെച്ച് കുട്ടിക്ക് വളയും മാലയൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാട്ടോ. നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് പറ്റാത്തൊരു സംഭവം എന്താ പറഞ്ഞാൽ വില ഒരുപാട് റേറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് മെല്ലെ വലിഞ്ഞു കൂട്ടാ വേറൊരു ചെറിയ ഫാൻസിക്ക് പോയി. ഇവിടെ നല്ല വില കേട്ടോ. നമ്മുടെ പാലക്കാട് ദർശന എന്ന് പറയും, ദർശനയിൽ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നല്ല പൊന്നിനെക്കാട്ടിയും വിലയാണ് മക്കളെ ഈ സാധനത്തിനൊക്കെ. അപ്പം നമ്മൾ അവിടുന്ന് അധികം ഒന്നും എടുത്തില്ല. റിൻഷിമോൾക്ക് ഒരു ഐഷാഡോ എന്തോ എടുത്തു, പിന്നെ ഫാത്തിമ കുട്ടിക്ക് ഒരു കമ്മലെടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ വന്നിട്ട് അവർ ഹീസ് കുട്ടിക്ക് ഒരു കളറും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാനൊക്കെ കൊള്ളാം കേട്ടോ. പണ്ട് എന്താ നല്ല പൊന്നിൻ്റെ വിലയാണ്. പിന്നെ അത് പൂട്ടാൻ നിൽക്കുന്ന സമയം നമ്മൾ വരുമ്പോൾ നേരമായല്ലോ ജ്യൂസൊക്കെ കുടിച്ച് വരുന്ന. പിന്നെ അവിടെ നിറയെ ഫ്ലവർ വൈസൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. കണ്ട കൊതിയാവും കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, കൊതിയൂറും എന്ന് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമുക്ക് അടുക്കളയ്ക്ക് വേണ്ട കിച്ചൺ കുപ്പിപ്പാത്രങ്ങൾ, പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ ദർശനയിൽ കയറിക്കാൻ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പുകൾ, കളർ കപ്പ് ഇട്ടാൽ ഒന്ന് 55 രൂപ, പിന്നെ 25 രൂപ, അങ്ങനെയൊക്കെ കേട്ടോ. പല റേറ്റിലും ഉണ്ട് കേട്ടോ ഈ കപ്പുകൾ. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി കേട്ടോ. പിന്നെ ഒക്കെ ഭംഗി നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വെള്ളം കുടിക്കുന്ന ബോട്ടിലുകൾ അങ്ങനെ കേട്ടോ. അവർ പൂട്ടാൻ നിൽക്കുക കേട്ടോ സമയം. അവിടെയൊക്കെ ലൈറ്റ് ഓഫ് ആക്കി അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ പോയത്. പിന്നെ ഒന്നും നോക്കിയില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് എല്ലാവിടെയും ഒന്ന് നോക്കി വീഡിയോ എടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. 2 ഐറ്റം തന്നെ എടുത്തുള്ളൂ. ചെറുതായിട്ടൊരു 100 സംതിങ്ങിൻ്റെ ബില്ലും പേ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് അടുക്കളയിലേക്കുള്ള എല്ലാതും ഉണ്ട് കേട്ടോ. കാണുമ്പോൾ കൊതിയാവും നമുക്ക്. പിന്നെ പെണ്ണുങ്ങൾക്ക് പറയണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അനങ്ങില്ല, സമയം പോണതേ അറിയില്ല. പിന്നെ നല്ല അടിപൊളി ബൊമ്മകളും ഫ്ലവർ വൈസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല വലിയ ബൊമ്മയും അങ്ങനെ കുറേ ഐറ്റങ്ങൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഫാൻസി കടയിൽ പോയിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പ്രീതി കേട്ടോ, പുതിയൊരു തുണിക്കടയാണ്. ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചു, മറന്നു പോയി കേട്ടോ. അങ്ങനെ വേറൊരു കടയിൽ നിന്ന് നമ്മളങ്ങനെ എടുത്തിട്ട് മില്ലോ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തത്. മിലോ അതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ കടയും തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോയുമില്ല. പിന്നെ എനിക്ക് പ്രിയസ്കാക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുട്ടികൾക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർക്ക് എടുക്കാനേ ഇത്രയും പൈസ ആയി കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ പോയത് ഫാൻസി കടയിൽ കേട്ടോ. അപ്പോൾ റിൻഷിമോൾ റെജിക്കുട്ടിക്ക് ഒരേ വാശി കേട്ടോ, വള വേണം പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ റെജിക്കുട്ടിക്കും റിൻഷിമോൾക്കും വള ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. എൻ്റെ അമ്മ എന്താ വില, അപ്പോൾ ഒക്കെ പാകത്തിനുള്ളൊരു വില കൊടുത്തിട്ട് നമ്മൾ എടുത്തു കേട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വളയും കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ അവർക്കുള്ള വളയൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്കാട്ടോ പോയത്. പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ എനിക്കാവും പോലെ കുഞ്ഞ് അഭിനയമൊക്കെ ഉള്ളൊരു വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും അങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഡൈമൈ ലൈഫായിട്ടും അങ്ങനെ എൻ്റെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും, അപ്പോൾ ഇനി പെരുന്നാളല്ലേ, എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടൊക്കെ എല്ലാവരും കൊണ്ടാടുക. പിന്നെ നമ്മുടെ വീടെത്താനായി കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ആരൊക്കെ വന്ന് പാട്ട് പാടുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ പെരുന്നാൾ രാത്രിയായിരിക്കും പരിപാടി. അത് പോയി എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് എന്തോ ഒരു കച്ചവടം വർക്കിംഗ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അങ്ങനെ വീടെത്തി. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.